നമ്മളിപ്പോൾ ഉള്ളത് ചരിത്രപ്രസിദ്ധമായ ഹൈദരാബാദിലെ ഗോൾക്കൊണ്ട ഫോർട്ടിലാണ്. AD 1143 നിർമ്മിക്കപ്പെടുന്നത്. ഇടയൻ്റെ കുന്ന് എന്നർത്ഥം വരുന്ന ഗൊല്ലാക്കൊണ്ട എന്ന തെലുങ്ക് പദത്തിൽ നിന്നാണ് ഇതിനെ ഇന്നത്തെ ഗോൾക്കൊണ്ട ഫോർട്ട് എന്ന പേര് ലഭിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബഹമനി സുൽത്താൻമാർക്ക് AD 1364 കോട്ടയെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ബഹമനി സുൽത്താൻമാർ ചെളി ഭിത്തികൾക്ക് പകരം കല്ല് ഘടനകൾ സ്ഥാപിക്കുന്ന പ്രക്രിയ ആരംഭിക്കുകയും ഇത് ശരിയായ ഒരു കല്ല് കോട്ടയായി മാറുന്നതിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ആയിരത്തി 1518 മുതൽ 1687 വരെ കുത്തബ് ഷാഹി രാജവംശം അതിനെ ഏറ്റെടുത്തു. അതോടെ അത് ഏറ്റവും വലിയ ശക്തിയും വാസ്തുവിദ്യാ വൈഭവവും കൈവരിച്ചു. അവർ ഗോൾക്കൊണ്ടയെ അവരുടെ പ്രധാന തലസ്ഥാനമാക്കി മാറ്റി. രാജവംശത്തിൻ്റെ സ്ഥാപകനായ സുൽത്താൻ കുത്തുബുൽ മുൽക്കും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും കോട്ടയെ ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവുള്ള വിശാലമായ ഗ്രാനൈറ്റ് കോട്ടയാക്കി മാറ്റി. 8 ശ്രദ്ധേയമായ കവാടങ്ങൾ, 87 അർദ്ധവൃത്താകൃതിയിലുള്ള കൊത്തളങ്ങൾ എന്നിവ കൂട്ടിച്ചേർത്തു. 1590 5ാമത്തെ കുത്തുബ് ഷാഹി ഭരണാധികാരി മുഹമ്മദ് കുത്തുബ് ഷാ ഏതാനും കിലോമീറ്റർ അകലെ ഹൈദരാബാദ് എന്ന പുതിയ നഗരം സ്ഥാപിക്കുകയും തലസ്ഥാനം അവിടേക്ക് മാറ്റുകയും ചെയ്തു. ഇന്ന് ഹൈദരാബാദിൻ്റെ പടിഞ്ഞാറൻ പ്രാന്തപ്രദേശത്തുള്ള ഒരു പ്രമുഖ ചരിത്ര നാഴികക്കല്ലായും വിനോദ സഞ്ചാര കേന്ദ്രമായും ഗോൾക്കൊണ്ട ഫോർട്ട് നിലകൊള്ളുന്നു.